ഹായ് അസ്സലാമു അലൈക്കും. ഇതോടുകൂടി നമ്മുടെ ബൺ മസ്ക റെസിപ്പിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മാത്രം ഉണ്ടാക്കാനിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാനെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓരോരാൾ ഓരോ രീതിയിലല്ലേ, രീതി എന്നല്ല ഓരോ എന്താ പറയുക ഒക്കെ വ്യത്യാസമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വേണ്ട. അപ്പോൾ ഞാനില്ലേ ആദ്യം തന്നെ കുറച്ച് ബട്ടറിൽ ബണ്ണ് നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അങ്ങനെ ഫ്രൈ ആക്കൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ബണ്ണാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബട്ടർ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് മാത്രം ഇട്ട് എല്ലാ ഭാഗത്തും ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഒരു പച്ച പഞ്ഞ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ സംഭവമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ഒരുപാട് കണ്ട സംഭവമായിരിക്കും, കണ്ട് മടുത്തൊരു റെസിപ്പിയാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറാനി ചായയും കൂടി ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം എന്താ പറയുക ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 2 ഏലക്കായും 2-3 ഗ്രാമ്പും ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ നിറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം തിളച്ച് കുറുകി 1/2 ഗ്ലാസ്സായിട്ട് വരണം. അതുപോലെ തന്നെ പാലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ അവിടെ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കാം, നമ്മുടെ ബന്നിൻ്റെ ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അൺസോൾട്ടഡ് ബട്ടർ ഉപ്പുള്ളത് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു 3-4 തുള്ളി ഒരു 1/4 ടീസ്പൂണൊക്കെ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ കണ്ടൻസ് മിൽക്ക് അതിലോട്ട് പോയത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന് ഉണ്ടായിട്ടുണ്ടായത്. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ബട്ടറും ഇത് നമ്മൾ ഏകദേശം ഊഹിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ, പക്ഷേ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വാനില എസൻസും ഒക്കെ കൂടി ചേരുമ്പോൾ ഇനി നമുക്ക് ഓരോ ബണ്ണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഈ ഒരു ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് തന്നെ എന്താ പറയുക നല്ലപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര വലിയ ബണ്ണല്ല കേട്ടോ എടുത്തത്, നോർമൽ ഒരു കുറച്ച് ചെറിയ സൈസ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. വലിയ ബണ്ണാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ 5 ബണ്ണാണ് എടുത്തിട്ടുണ്ടായേ. അപ്പോൾ ഈ ഒരു 100 ഗ്രാമിൻ്റെ ഈ ഒരു ബട്ടറിൻ്റെ അളവ് എന്താ പറയുക കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്ട്രാ എടുത്തിട്ട് 6 ബണ്ണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് കൂടുതലാണ്, കുഴപ്പമില്ല. നമ്മൾ കഴിക്കുമ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഷുഗറൊന്നുമില്ല ആൾക്കാർ ഈ ഒരു സംഭവത്തിൻ്റെ അടുത്തോട്ടേ വന്നു പോകണ്ട കേട്ടോ. കാരണം ഒരു ചെറിയ പീസെങ്കിലും നമ്മൾ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ കഴിക്കാൻ നമുക്ക് ആ ഒരു ടെൻഡൻസി എന്തായാലും വരും. അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ കണ്ടൻസ് മിൽക്കും എന്താ പറയുക നല്ല അടിപൊളി ബട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാകും. ഈ ഒരു മിൽമൻ്റെ ബട്ടറില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഈ ഒരു എന്താ പറയുക ഡബ്ബയിൽ കിട്ടുന്ന ബട്ടർ നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ എന്തോ ഒരു എക്സ്ട്രാ ഫ്ലേവർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള ബട്ടർ എടുക്കുക, അതുപോലെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നമ്മുടെ എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കില്ല എൻ്റെ ചായ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ പാല് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു എന്താ പറയുക പാത്രത്തിലാണ് വേറൊരു പാൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമതും പാല് വെച്ചിട്ട് ചൂടാക്കിയതാണ്. അപ്പോൾ അതിലോട്ടും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാലിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അല്ലാട്ടോ ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഈ ഒരു കടുപ്പത്തിലുള്ള ആദ്യം ആ ഒരു കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ റെഡിയാക്കി വെച്ച കണ്ടൻസ് മിൽക്കും പാലും കൂടിയിട്ടുള്ള ഈ ഒരു പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അടിപൊളി ചായയും കൂടി റെഡിയാക്കി കഴിഞ്ഞാലില്ല സൂപ്പർ തന്നെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ ഈ ഒരു ബണ്ണ് ചായയിൽ മുക്കി കഴിക്കാൻ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചായയിൽ മുക്കി കഴിയുമ്പോൾ ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് അത്രത്തോളം അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ചായ വേറെ സെപ്പറേറ്റ് ആയിട്ട് ബണ്ണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.